നമസ്കാരം. മോഹൻലാൽ മുതൽ രേവതി വരെയുള്ളവരെ കുറിച്ച് ചെറിയൊരു കാര്യം പറയാനാണ് ഈ വീഡിയോ. അതിനു മുമ്പ് ആദ്യം ഒരു കഥ പറയാം. കഥയല്ല, വാസ്തവമായ ഒരു കാര്യം. കേരളീയം പരിപാടി സംസ്ഥാന സർക്കാർ വലിയ ആഘോഷത്തോടുകൂടി നടത്തിയ ഒരു പരിപാടിയാണ്. കേരളീയത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ, ഒപ്പം ശോഭന, പിന്നെ പിണറായി വിജയൻ, ഇങ്ങനെ പ്രധാനപ്പെട്ട അതിഥികളൊക്കെ വേദിയിലിരുന്നിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ വേദിയിൽ വെച്ച് പ്രധാനപ്പെട്ട അതിഥികളെല്ലാം കൂടി ഒരു സെൽഫി എടുത്തു. സെൽഫി എടുക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുണ്ട്, മോഹൻലാൽ, മമ്മൂട്ടി, കമലഹാസൻ, ശോഭന എന്നിവരുണ്ട്. അപ്പോൾ മമ്മൂട്ടിയുടെ അടുത്താണ് ശോഭന നിന്നിരുന്നത്. അപ്പോൾ ശോഭന ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മമ്മൂട്ടി അടുത്ത എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഫോട്ടോയിൽ ഉൾക്കൊള്ളണമല്ലോ. അപ്പോൾ ആ സ്റ്റില്ലെടുത്തിട്ട് ശോഭനയും മമ്മൂട്ടിയും കൂടി നിൽക്കുന്ന ആ സ്റ്റില്ലെടുത്തിട്ട് ഭയങ്കരമായ വിദ്വേഷ പ്രചരണം നടന്ന കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒറിജിനൽ സ്റ്റിൽസ് ട്രോൾ എന്നൊക്കെയാണ് ഇവർ പേര് വിളിക്കുക, വിദ്വേഷമാണ്. അപ്പോൾ ശോഭനയ്ക്കെതിരെ, മമ്മൂട്ടിക്കെതിരെ എന്ന വ്യാജേന ഉള്ള ഈ പ്രചരണമാണ്. അത് വിമർശനമൊന്നുമല്ല, പക്ക വിദ്വേഷ പ്രചരണം. സുരേഷ് ഗോപിക്കെതിരായ മാധ്യമപ്രവർത്തകരുടെ പരാതിയുമായി ബന്ധപ്പെടുത്തിയിട്ടായിരുന്നു അവരുടെ ട്രോള്. എന്നാൽ ഇതേ ശോഭന കുറച്ച് നാൾ കഴിഞ്ഞ് തൃശ്ശൂർ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന BJPയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. മോദിയെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു. അതോടുകൂടി അതുവരെ ശോഭനയെ പരിഹസിച്ചിരുന്ന അതേ പ്രൊഫൈലുകളൊക്കെ കൂടി ശോഭന മഹത്തായ നർത്തകിയും നടിയും ഒക്കെയായി. അതുവരെ ശോഭന എന്തോ നൃത്തം പഠിച്ച ആളാണെന്നൊക്കെയാണ് അന്നത്തെ ആ ഒരു പരിപാടിയോടുകൂടി പറഞ്ഞിരുന്നത്. അന്ന് LDF സർക്കാരാണ്, കേരളമാണ്. അപ്പം കേരളത്തെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നത്, അവർക്ക് കുറ്റമായി കണ്ടെത്താൻ. തൊട്ടടുത്ത കുറച്ച് നാളപ്പുറം ശോഭന അവരെ പുകഴ്ത്തി പറഞ്ഞതോടുകൂടി, മോദിയെ പുകഴ്ത്തി പറഞ്ഞതോടുകൂടി ഗംഭീര ആളായി മാറി. ഇങ്ങനെയുള്ള ഒരു ഭൂതകാലം നിരവധി ആളുകളുടെ ചരിത്രത്തിലുണ്ട്. ഓരോരാളുകളെയും സമീപിക്കുന്ന ഒരു ഭൂതകാലം. ഇങ്ങനെ സംഘപരിവാറിന് പ്രിയപ്പെട്ട ആളുകളെ കൂടെ കൊണ്ടു കിടക്കുക, അല്ലാത്തവരെ മോശമാക്കി പറയുക എന്നുള്ളത്. ഇതിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതൊന്നുമല്ല. ഏറ്റവും ഒടുവിൽ അക്ഷതം സ്വീകരിച്ചുകൊണ്ട് രാമക്ഷേത്രത്തിൻ്റെ വിഗ്രഹപ്രതിഷ്ഠാ ദിനത്തിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ ഒരു സ്റ്റില്ല് വ്യാപകമായി പ്രചരിച്ചിരുന്നു. മോഹൻലാൽ അത് സ്വീകരിച്ചു, അവരോട് നല്ല വർത്തമാനം പറഞ്ഞു വിട്ടു. വീട്ടിലേക്ക് വരുന്നതാണല്ലോ, അപ്പോൾ സ്വീകരിച്ച് സ്നേഹത്തോടെ വിട്ടു. എന്നാൽ അതിന് ശേഷം നടത്തിയ ഈ സംഘപരിവാർ സംഘടനകളും ആളുകളും ഒക്കെ വലിയ ആഘോഷപൂർവ്വം മോഹൻലാലിനെ വെച്ചുകൊണ്ട് വലിയ പ്രചാരണം നടത്തി. എന്നാൽ മോഹൻലാൽ ഇന്നലെ പ്രതിഷ്ഠാ ദിനത്തിൽ അയോധ്യയിലേക്ക് പോയില്ല. മോഹൻലാൽ എത്തിയില്ല എന്ന് പറഞ്ഞ ആ നിമിഷം മോഹൻലാൽ വെറും വൃത്തികെട്ട വെറുക്കപ്പെട്ട ആളൊക്കെയായി മാറി. സോഷ്യൽ മീഡിയയിൽ പറയാം, മോഹൻലാലിനെതിരായ പൂരപ്പാട്ടാണ്, തെറിപ്പാട്ടുകളാണ്. മോഹൻലാലിൻ്റെ വാലിബൻ ഞങ്ങൾ റെഡിയാക്കി കളയും. മോഹൻലാൽ ആരാണ്? ഇയാൾ പ്രധാനമന്ത്രി വിളിച്ചിട്ട് അക്ഷതത്തിൻ്റെ പരിപാടിക്ക് അക്ഷതമൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വെച്ച് പരിപാടിക്ക് വന്നില്ല, ഞങ്ങൾ എന്തൊക്കെ ഉപന്യാസങ്ങൾ എഴുതി തയ്യാറാക്കിയതാണ് എന്നുള്ള നിരാശയിൽ മോഹൻലാലിനെതിരെ ഭയങ്കര വിദ്വേഷ പ്രചരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ആ വിദ്വേഷ പ്രചരണത്തിൻ്റെ ഒരു രസം എന്ന് വെച്ചാൽ തൊട്ട് തലേന്നാൾ വരെ മോഹൻലാൽ വരും എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു പുകഴ്ത്തുപാട്ടുകൾ മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് റദ്ദാക്കുന്ന പരിപാടിയാണ് നമ്മൾ കണ്ടത്. അതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞൊരു സിനിമ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഷിബു ബേബി ജോൺ നിർമ്മിച്ച സിനിമയാണ്. ഇതിനെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ സിനിമ മുഴുവൻ ഞങ്ങൾ ഇടിച്ച് പൊട്ടിക്കുന്നതാണ് പറയുന്നത്. ഇതിന് മിക്കവാറും ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞ് സിനിമ മോശമാണെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. മോഹൻലാൽ നടനാണോ എന്നൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. മോഹൻലാൽ അഭിനയിക്കാൻ അറിയോ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. വാലിബൻ ഞങ്ങൾ ബഹിഷ്കരിക്കും എന്നാണ് ഇപ്പോഴത്തെ ഭീഷണി. സംഘപരിവാർ പ്രൊഫൈലുകളിൽ ബഹിഷ്കരിക്കും എന്നാണ് ഇപ്പോഴത്തെ ഭീഷണി. ആ നിരാശ ഇവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ വ്യാപകമായിട്ടുണ്ട്. അതിൻ്റെ ഒരു മാതൃക ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. 42 വർഷം കൊണ്ട് നേടിയത് ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കിയ ഈ നൂറ്റാണ്ടിൻ്റെ വാഴപ്പിണ്ടി എന്നാണ് മോഹൻലാലിനെ വിളിക്കുന്നത്. അന്തങ്ങളുടെ മലൈക്കോട്ടെ ആവട്ടെ ഈ സിനിമ. യു ഡോണ്ട് ഹാവ് എനി ചോയ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇനി ചോയ്സ് ഇല്ല, നിങ്ങൾ 42 കൊല്ലത്തെ ഈ പരിപാടി മൊത്തം ഒറ്റ ദിവസം കൊണ്ട് തീർന്നു എന്നാണ് പറയുന്നത്. ഏത് 42 കൊല്ലത്തെ മോഹൻലാലിൻ്റെ സിനിമ കരിയർ മുഴുവൻ ഈ ഒറ്റ ദിവസം അവിടെ പോയില്ല എന്നുള്ളത് കൊണ്ട് അവസാനിച്ചു എന്നാണ് സംഘപരിവാറിൻ്റെ നിലപാട്. ഇതാണ് ഈ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിനെതിരായി നടക്കുന്ന പ്രധാന പ്രചരണങ്ങളുടെ ഒരു മാതൃക. ഈ തരത്തിൽ മലൈക്കോട്ടെ വാലിബൻ പൊട്ടിക്കും. മലൈക്കോട്ടെ വാലിബൻ പൊട്ടിക്കാനോ വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനൊന്നും കഴിയില്ല. അത് നല്ലതാണെങ്കിൽ വിജയിക്കും, മോശമാണെങ്കിൽ പൊട്ടും. ഇത് സാധാരണ മലയാള സിനിമയിൽ കാണുന്നതാണല്ലോ. അല്ലാതെ മാളികപ്പുറവും ഉണ്ണി മുകുന്ദനും മാത്രം മതി നാട്ടിൽ എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. അവർക്ക് വേണ്ടി ഉണ്ണി മുകുന്ദൻ സിനിമ സെറ്റിലിരുന്ന് തന്നെ, അദ്ദേഹം അവിടെ പോയില്ലെങ്കിലും സിനിമ സെറ്റിലിരുന്നുകൊണ്ട് വലിയൊരു പൂജയും പരിപാടിയൊക്കെ നടത്തി ഹേ ശ്രീറാം എന്നൊക്കെ വിളിച്ച് ഉണ്ണി മുകുന്ദൻ അങ്ങ് രംഗത്ത് വന്ന് സംഘപരിവാറിന് തൽക്കാലം ചെറുതല്ലേ, ഉണ്ണി മുകുന്ദനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് നല്ലതിപ്പോൾ.
മോഹൻലാൽ വന്നില്ല, ശ്രീറാം വിളിച്ചില്ല എന്നൊക്കെയാണുള്ള അതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അവിടെ പോയില്ല എന്നുള്ളതൊക്കെയാണുള്ള പ്രശ്നം. എന്തായാലും ഉണ്ണി മുകുന്ദൻ അവർക്ക് ആശ്വാസകരമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മലക്കോട്ടി വാലിബൻ പൊട്ടിച്ചതിന് ശേഷം ഉണ്ണി മുകുന്ദൻ്റെ ഇപ്പോൾ എന്തോ ഗെറ്റ് സെറ്റ് ബേബി എന്നൊക്കെ പറഞ്ഞൊരു സിനിമയുടെ ലൊക്കേഷനിലിരുന്നാണ് അദ്ദേഹം ഈ വിഗ്രഹ പ്രതിഷ്ഠ ആഘോഷിച്ചത്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്ററൊക്കെ ഇന്നലെ ഇതേ ദിവസം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ശബരിമല പ്രശ്നം ഉണ്ടാകും, മാളികപ്പുറം ജയ് ഗണേഷ് എന്ന പിന്നെ ഗണപതിയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞതിന് ശേഷം ജയ് ഗണേഷ് വന്നു. ഇനിയിപ്പം ഹേ ശ്രീറാം എന്ന് പറഞ്ഞൊരു സിനിമ കൂടി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് ഒരു സിനിമ കൂടി എടുക്കാവുന്നതാണ്. ജയ് ഗണേഷ് ജയിച്ചാലും പൊട്ടിയാലും ആ സിനിമക്കുള്ളൊരു സ്കോപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. രഞ്ജിത് ശങ്കറിന് ഇത്തരം ഒരു പ്രത്യേക രീതിയിലുള്ള സിനിമകൾ എടുപ്പായിരുന്നതുകൊണ്ട് ഇനി അടുത്ത സിനിമ ഉണ്ണി മുകുന്ദൻ അത് പ്ലാൻ ചെയ്യാവുന്നതാണ്. എന്തായാലും അവിടെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ 1ാം വാർഷികം ആഘോഷിക്കുകയും ചെയ്യാം. അവിടെ വെച്ചിട്ട് എന്തായാലും ഉണ്ണി മുകുന്ദൻ ആഘോഷിച്ചിട്ടുണ്ട്. തൽക്കാലം ഈ മലക്കോട്ടി വാലിബൻ പൊട്ടിക്കുന്ന ആളുകൾ ഉണ്ണി മുകുന്ദൻ്റെ അടുത്ത സിനിമ വിജയിപ്പിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്കുള്ളൊരു നിർദ്ദേശം. മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ ഒരു ആശ്രയമായി ഉണ്ണി മുകുന്ദൻ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമാജം സ്റ്റാർ എന്നൊക്കെ വിളിച്ച് ചില ആളുകൾ പരിഹസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ്റെ ഈ സംഘപരിവാർ വലയം, പ്രഭാ വലയത്തിന് അകത്ത് ഒരുപാട് ആളുകൾ വന്നുകൂടിയിട്ടുണ്ട്. അതിൽ നേരത്തെ ഉള്ള ഒരാളാണ് കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞ നടൻ. അദ്ദേഹം നേരത്തെ സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്രത്തിൻ്റെ സാമ്പത്തികമായ സമ്മർദ്ദം പല രീതിയിൽ വരുന്ന വലിയ വിഷയം ഉയർന്നു വന്ന ആദ്യ ഘട്ടത്തിലുണ്ടല്ലോ. ഇപ്പം പല വിധത്തിലുള്ള സബ്സിഡികൾ, കേരളത്തിനുള്ള വിഹിതങ്ങളൊക്കെ വെട്ടിക്കുറച്ച് കേരളത്തെ സാമ്പത്തിക കടന്നാക്രമണം എന്ന് പറയാവുന്ന വിധത്തിൽ കേന്ദ്രം സമ്മർദ്ദത്തിലാക്കിയ സമയത്ത് വലിയ പ്രതിഷേധം ഉയർന്നു വന്ന സമയത്താണ് രക്ഷകനായി കേന്ദ്രത്തിൻ്റെ ഇതൊന്നുമല്ല, കേരളത്തിൻ്റെ കയ്യിലിരിപ്പാണ്, കർഷകർക്കുള്ള പൈസ കേരളമാണ് കൊടുക്കാത്തത്, കേന്ദ്രം ഒന്ന് എല്ലാം കൃത്യമായി കൊടുക്കുന്നുണ്ട് എന്ന് മറിയക്കുട്ടി മോഡലിൽ പറഞ്ഞ സിനിമാ മേഖലയിലെ മറിയക്കുട്ടിയായ കൃഷ്ണപ്രസാദ് എൻ്റെ വലിയ ഒരു അർമാദം നമ്മൾ കണ്ടതാണ്. ആ കൃഷ്ണപ്രസാദ് ഇപ്പോൾ വളരെ നിഷ്പക്ഷനായ കൃഷ്ണപ്രസാദ് ഇപ്പോൾ കൃത്യമായിട്ട് ഇന്നലെ ഉണ്ണി മുകുന്ദൻ്റെ കൂടെ ഉള്ളത് നമ്മൾ ചാനലുകളിലൂടെയൊക്കെ കണ്ടു. കൃഷ്ണപ്രസാദ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പകരം ഇപ്പോൾ തൽക്കാലം ശ്രീരാമ ഭക്തരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലത്തെ വിഗ്രഹപ്രതിഷ്ഠ ദിനത്തിൽ കൃഷ്ണപ്രസാദ് ഗംഭീരമായിട്ട് അത് ആഘോഷിച്ചു ഉണ്ണി മുകുന്ദൻ്റെ കൂടെ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അമൃത തുല്യമായ വാക്കുകൾ നമ്മൾ കേൾക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. അത് അദ്ദേഹം നിഷ്പക്ഷനായ ഒരാളാണ്. കർഷക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കേന്ദ്രത്തെ ന്യായീകരിക്കാനോ ഒന്നുമല്ല അന്ന് പറഞ്ഞത്. കേരളത്തിൻ്റെ വൃത്തികെട്ട നടപടിയിൽ പ്രതിഷേധിച്ചതാണ് അദ്ദേഹം. കൃത്യമായിട്ട് തന്നെ കേരളം ഈ കള്ളം പറയാണ്, കേന്ദ്രത്തിൻ്റെ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും കേരളത്തിനില്ല, സാമ്പത്തികമായിട്ട് ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൃഷ്ണപ്രസാദ് വളരെ നിഷ്പക്ഷമായിട്ടാണ് കേരളത്തിൻ്റെ അന്നത്തെ പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അദ്ദേഹം ശ്രീരാമ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഇപ്പോൾ. അതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ണി മുകുന്ദൻ്റെ പിന്തുണയും കൂടി ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇന്നലത്തെ ദിവസം ഉണ്ണി മുകുന്ദൻ്റെ കൂടെയാണ് ആഘോഷിച്ചത്. അതും കൂടി കണ്ടാൽ സിനിമാക്കാരുടെ ഭാഗത്തു നിന്നുള്ള മോഹൻലാൽ പോവാത്തതിൻ്റെ സങ്കടം, ആ സങ്കടമുള്ള ആളുകൾക്ക് തീരാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് അതുകൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ വിളിച്ചുണർത്തി അതിന് വീണ്ടും ഒരു പുനർജനി ഉണ്ടായിരിക്കുന്ന അഭിമാനത്തിൻ്റെ രാജ്യത്തെ, ഭാരതം എന്ന രാജ്യത്തിൻ്റെ അഭിമാന നിമിഷമാണ് ഇന്നിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാരതീയരായ ഓരോരുത്തരും ആ അഭിമാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളും അതിൽ പങ്കെടുക്കുന്നു. സെറ്റ് ബേബി സെറ്റിൻ്റെ ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിൻ്റെ ഈ സെറ്റിൽ വെച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇത് ആഘോഷിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ പുണ്യമായി കരുതുന്നു. ജയ് ശ്രീറാം. കൃഷ്ണപ്രസാദൊക്കെ കണ്ടില്ലേ, എന്തൊരു ആത്മാർത്ഥതയാണ്. അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇങ്ങനെ പല രീതിയിലുള്ള ആളുകൾ ഈ നാട്ടിലുണ്ട്. ഒരുപാട് രചനാ നാരായണൻകുട്ടി വരെയുള്ള ആളുകൾ വലിയ തോതിൽ ഇങ്ങനെ രംഗത്ത് വരികയും അവരുടെ ജീവിതം വലിയ വിജയമാവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ സംഘപരിവാറിനൊപ്പം നിന്നാൽ ജീവിതം വിജയിക്കും എന്നുള്ളതാണ്. ഒന്നുകിൽ ജയ് ശ്രീറാം വിളിക്കുക, അങ്ങനെ ഒപ്പം പോവുക, അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ്റെ പിന്നാലെ അണിനിരക്കുക. ഇതാണ് മലയാള സിനിമയിലെ പുതിയ പരിപാടി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ണി മുകുന്ദൻ്റെ പിന്നാലെ അണിനിരുന്ന് ജയ് ശ്രീറാം വിളിച്ചിരിക്കുന്നത് രേവതിയാണ്. നടി, വലിയ പുരോഗമനവാദിയാണ് എന്നൊക്കെ പറയുന്ന രേവതിയുടെ ഏറ്റവും ഒടുക്കത്തെ പുരോഗമനമാണ് നമ്മൾ കാണുന്നത്. രേവതിയുടെ നിലപാട് പ്രഖ്യാപനം സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഇന്നാണ് പുറത്തു വന്നത്. അവർ പറയുന്നു, ഇന്നലെ ഒരു മറക്കാനാവാത്ത ദിവസമായിരുന്നു. രാംലല്ലയുടെ വശീകരിക്കുന്ന മുഖം കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇത്തരമൊരു അനുഭൂതി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതേയില്ല. അത്യധികം സന്തോഷം തോന്നി. എൻ്റെ ഉള്ളിൽ എന്തോ ഇളകി മറിയുകയായിരുന്നു. ഹിന്ദുവായി ജനിച്ചതിനാൽ നാം നമ്മുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം മറ്റു വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് കേട്ടോ, ഉറപ്പിച്ച് പറയാണ്. അങ്ങനെ മതേതര ഇന്ത്യയായ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മതവിശ്വാസങ്ങളെ വ്യക്തിപരമായി സൂക്ഷിക്കാൻ കഴിയുന്നു എന്നതിൽ അത്ഭുതമില്ല. എല്ലാവരും ഇങ്ങനെ തന്നെ വേണം പ്രവർത്തിക്കാൻ. ശ്രീരാമൻ്റെ ഗൃഹപ്രവേശം പലരുടെയും ചിന്തകളെ മാറ്റിമറിച്ചു. ഒരുപക്ഷെ ആദ്യമായി ഞങ്ങൾ അതിന് ഉറക്കെ പറഞ്ഞു, ഞങ്ങൾ വിശ്വാസികളാണ്, ജയ് ശ്രീറാം എന്നാണ് രേവതി പറയുന്നത്. മോഹൻലാലിനെ ചീത്ത വിളിച്ച് സായുജ്യം അടയുന്ന ആളുകൾ സ്വല്പം രേവതിയുടെയൊക്കെ പ്രൊഫൈലിലൊക്കെ പോയാൽ ആശ്വാസം കിട്ടും എന്ന് തിരിച്ചറിയണം. എന്നാൽ ഒരു വിശ്വാസ സാധ്യതയെ രാഷ്ട്രീയ പ്രയോഗത്തിന് വേണ്ടി രാമക്ഷേത്രത്തെ ആകെ തന്നെ ഉപയോഗിച്ച് BJP മുന്നോട്ട് പോകുന്നതിനെതിരെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ പ്രധാന
നേതാവ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നതിനെതിരെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ മുഖം ഒരു ഹിന്ദു രാഷ്ട്ര പരിണാമത്തിലേക്ക് മാറുകയാണോ എന്ന സംശയം ഉദിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ വന്നതിനെതിരായ പ്രതിഷേധം പല രീതിയിൽ വരുന്നുണ്ട്. നേരിട്ട് പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും അക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ പറയുന്ന ആളുകൾ സിനിമാ മേഖലയിലുമുണ്ട്. ഷെയ്ൻ നിഗം ഇന്നലെ ഭരണഘടനാ നിർമ്മാണ വേളയിൽ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ ഒരു കാര്യം വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. ഷെയ്ൻ നിഗം പങ്കുവച്ച അംബേദ്കറിൻ്റെ ഉദ്ധരണി ഇങ്ങനെയാണ്: ചരിത്രം ആവർത്തിക്കുമോ? അത് എന്നെ ഉത്കണ്ഠാകുലനാക്കുന്നു. നമ്മുടെ പഴയ ശത്രുക്കൾ പുതിയ രൂപങ്ങളിൽ വരാം. ജാതിയുടെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. അവർ രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. അവരുടെ വിശ്വാസത്തിന് മുകളിൽ രാഷ്ട്രത്തെ സ്ഥാപിക്കുമോ അതോ രാഷ്ട്രത്തിന് മുകളിൽ അവരുടെ വിശ്വാസത്തെ സ്ഥാപിക്കുമോ? എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തതയോടെ പറയാം: നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തിന് മുകളിൽ വിശ്വാസത്തെ സ്ഥാപിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം എന്നേക്കുമായി നഷ്ടപ്പെടും. ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം. അവസാന രക്തത്തുള്ളിയും നൽകി സ്വാതന്ത്ര്യത്തെ നാം കാത്തു സൂക്ഷിക്കണം. ഇതാണ് അംബേദ്കറിൻ്റെ പ്രസംഗത്തിലെ ഷെയ്ൻ നിഗം പങ്കുവച്ച പ്രധാനപ്പെട്ട ഭാഗം. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യം. ഷെയ്ൻ നിഗമിനെ കൂടാതെ ഇന്നലെ നിരവധി നടന്മാർ, നടിമാർ, സംവിധായകർ ഒക്കെ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി രംഗത്ത് എത്തിയിരുന്നു. പലരും പ്രത്യേകമായി അവരുടേതായ ഒരു കാര്യം പ്രത്യേകമായി എടുത്തു പറയാതെ ഭരണഘടനയിലെ പ്രിയാമ്പിൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. പാർവതി തിരുവോത്ത്, ആഷിഖ് കപൂർ, റീമ കല്ലിങ്കൽ, സയനോര ഫിലിപ്പ്, നേരത്തെ നമ്മൾ വായിച്ച ഷെയ്ൻ നിഗം പിന്നീട് വന്നു. ഇങ്ങനെ നിരവധി പേർ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. കേരളത്തിൽ നിന്ന് മാത്രം ആയിരിക്കാം ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയർന്നത്. തമിഴ്നാട്ടിൽ വിജയ് സേതുപതിയെ പോലുള്ള ആളുകൾ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഈ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകമാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ വിവേകം ഉള്ളവരും ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട്. ശ്രീരാമ ഭക്തരുണ്ടാകും. ശ്രീരാമ ഭക്തിയിൽ തന്നെ രാഷ്ട്രീയ ദുരുപയോഗത്തെ തിരിച്ചറിയുന്ന ആളുകളുണ്ടാകും. ശ്രീരാമ ഭക്തരായി തന്നെ നിലവിൽ മുന്നോട്ട് പോവുകയും BJPയുടെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ദുഷ്ടലാക്കിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളുണ്ടാകും. അങ്ങനെയുള്ള പല വിധത്തിലുള്ള ആളുകളാണ്. എല്ലാവരുടെയും വിശ്വാസങ്ങളെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇതര മതസ്ഥനെയോ അല്ലെങ്കിൽ മറ്റ് ജീവികളെയോ മറ്റു മനുഷ്യരെയോ ദ്രോഹിക്കുന്ന വിധത്തിൽ വിദ്വേഷത്തിൻ്റെ വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ മാത്രം തള്ളിക്കളയുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള ഒരേ ഒരു മാർഗം. അതുകൊണ്ട് മോഹൻലാലിന് അവിടെ പോകാതിരിക്കാം. മോഹൻലാൽ ഇന്നലെ പോയില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കേണ്ട. ഇനി അത്തരം ആക്രമിക്കുന്ന ആളുകൾക്ക് ആശ്വാസമാകാൻ അദ്ദേഹം പിന്നീട് ഒരു ദിവസം പോയാലും മതിയല്ലോ. പക്ഷേ മോഹൻലാലിനെ പോലെ മലയാളികളുടെ സ്വത്തായ ആളുകളെ ഇത്തരത്തിൽ അവരുടെ കാഴ്ചപ്പാടുകളുടെ പേരിൽ ഇങ്ങനെ ആക്രമിക്കുന്നത് നല്ലതാണോ എന്ന് അവരാലോചിക്കണം. ഇനി തിരിച്ചായാലും അങ്ങനെ തന്നെ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പോകുമെന്ന് വിചാരിച്ച് അദ്ദേഹത്തെ കുറേ ദിവസം പുകഴ്ത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും പോയില്ല എന്ന് വിചാരിച്ച ഉടനെ അദ്ദേഹത്തെ മോശം നടൻ, മോഹൻലാലിന് അഭിനയിക്കാൻ അറിയോ, വാഴപ്പിണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രചാരണം നടത്തുകയും ചെയ്യുന്നത് അവരവരുടെ ആ പ്രചാരണം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളുടെ വ്യക്തിത്വത്തെ മാത്രമേ ദോഷകരമായി ബാധിക്കുകയുള്ളൂ. എന്തായാലും മലക്കോട്ടെ വാലിബൻ പരാജയപ്പെടുത്തും എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അതിൽ നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് വ്യക്തമാകുന്നത് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.